വീട്ടിലിരുന്നു കൊണ്ട് എങ്ങനെ വളരെ സിമ്പിളായി എപ്പോക്സി ആർട്ട് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാനിന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വെൽക്കം ടു മൈ അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെ വളരെ സിമ്പിളായിട്ട് എപ്പോക്സി ഉപയോഗിച്ചുകൊണ്ട് ആർട്ട് വർക്കുകൾ ചെയ്യാമെന്നുള്ളതാണ്. എപ്പോക്സി എന്ന് പറയുന്നത് ഒരു ട്രാൻസ്പെറൻറ്റ് ലിക്വിഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ലിക്വിഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഒരു ആർട്ട് അല്ലെങ്കിൽ ഒരു ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നിർബന്ധമായും ഒരു മോൾഡ് ആവശ്യമാണ്. എപ്പോക്സി ആർട്ട് പരിചയപ്പെടുത്തുന്നൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ടുള്ളൊരു മോൾഡാണ് ഞാനിന്ന് ഇതിനു വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പല മോൾഡുകളും നമുക്ക് ഇന്ന് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പോകുന്ന ക്രാഫ്റ്റിന് അനുസൃതമായിട്ടുള്ള ഒരു മോൾഡ് നമുക്ക് ഓൺലൈനിൽ നിന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മോൾഡാണ് ഞാനിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇത്തരത്തിലുള്ള എപ്പോക്സി ആർട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഗ്ലൗ വളരെ നിർബന്ധമാണ്. കാരണം ശരീരത്തിലോ ഡ്രസ്സുകളിലോ അല്ലെങ്കിൽ കൈകളിലോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഈ എപ്പോക്സി എന്ന പ്രൊഡക്റ്റ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകാൻ വളരെ പാടാണ്. അപ്പോൾ അത് ക്ലീൻ ചെയ്തെടുക്കുന്നതിനേക്കാൾ ബെറ്റർ നമ്മുടെ ശരീരത്തിലോ അല്ലെങ്കിൽ കൈകളിലോ ഡ്രസ്സുകളിലോ ഒന്നും ആവാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമ്മളിതിനു വേണ്ടി എടുത്തിട്ടുള്ളത് ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ്, മെഷർമെൻറ്റ് മെഷീൻ, അതുപോലെ എപ്പോക്സി റെസിനും അതുപോലെ എപ്പോക്സി ഹാർഡനറുമാണ്. എപ്പോക്സി റെസിൻ്റെയും ഹാർഡനറിൻ്റെയും കാൽക്കുലേഷൻ എന്ന് പറയുന്നത് 1:2 ആണ്. അടുത്തതായി മെഷർമെൻറ്റ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് എപ്പോക്സി റെസിൻ്റെയും ഹാർഡനറിൻ്റെയും കാൽക്കുലേഷൻ കറക്റ്റ് ആക്കുക എന്നുള്ളതാണ്. നമ്മളിതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഡിജിറ്റൽ മെഷർമെൻറ്റ് മെഷീൻ എന്ന് പറയുന്നത് ഗ്രാമുകളുടെ കാൽക്കുലേഷൻ വരെ വളരെ കറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീനറിയാണ്. നമ്മളിവിടെ വളരെ ചെറിയൊരു പ്രൊഡക്റ്റാണ് ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി മാത്രമാണ് എപ്പോക്സി ഉപയോഗിക്കുന്നത്. ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് റെസിൻ 5 ഗ്രാമും അതുപോലെ തന്നെ ഹാർഡനർ എന്ന് പറയുന്നത് 2.5 ഗ്രാമുമാണ്. അല്ലെങ്കിൽ 3 ഗ്രാം ഹാർഡനറും നമുക്ക് ഉപയോഗിക്കാം. എപ്പോക്സിയും റെസിനും ഉപയോഗിക്കുന്ന സമയത്തുള്ള കാൽക്കുലേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം അതിനെ അടിസ്ഥാനമാക്കിയിരിക്കും നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. എപ്പോക്സി റെസിനും അതുപോലെ തന്നെ ഹാർഡനറും വളരെ കറക്റ്റ് കാൽക്കുലേഷൻ എടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യണം. ഏകദേശം ഒരു 5 മിനിറ്റ് സമയത്തോളം നമ്മളത് മിക്സ് ചെയ്ത് എടുക്കേണ്ടതാണ്. അടുത്തതായി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് കുറച്ച് പുൽച്ചെടികളാണ്. അതും വാട്ടർ കണ്ടൻറ്റ് മാക്സിമം ഇല്ലാത്ത പുൽച്ചെടികൾ വേണം ഉപയോഗിക്കാനായിട്ട്. നമുക്കിതിൽ പൂവുകളും ഇലകളും ചെടികളും എല്ലാം തന്നെ ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ വാട്ടർ കണ്ടൻറ്റ് മാക്സിമം കുറവുള്ള പ്രോഡക്റ്റുകൾ മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. വാട്ടർ കണ്ടൻറ്റ് കൂടുന്നതിനനുസരിച്ച് ഇലകൾക്കും പൂക്കൾക്കും ചെടികൾക്കും കളറുകളുടെ വ്യത്യാസം വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഇലകളോ ചെടികളോ എന്തു തന്നെ ആയാലും മോൾഡിൽ വയ്ക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം. മോൾഡിന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ഇലകൾ വയ്ക്കുന്നത് എങ്കിൽ അത് ഫൈനൽ റിസൾട്ട് വരുന്ന സമയത്ത് നമുക്ക് കാഴ്ചയിൽ തന്നെ അറിയാൻ സാധിക്കും വളരെ മോശമായിട്ടുള്ള രീതിയിലായിരിക്കും അത് പ്രതിഫലിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ മാക്സിമം ചെയ്യാതിരിക്കുക. ഇനി വളരെ ശ്രദ്ധയോടുകൂടി എപ്പോക്സി മോൾഡിനകത്തേക്ക് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മോഡലുകൾ തന്നെയാണ്. വേണമെങ്കിൽ നമുക്കിതിലേക്ക് കളർ പിഗ്മെൻറ്റുകളും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്കിഷ്ടപ്പെട്ട രീതിയിലുള്ള കളറുകൾ, അത് ഏത് കളറുകളാണെന്നുണ്ടെങ്കിലും നമുക്ക് പിഗ്മെൻറ്റുകൾ ഓൺലൈനിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിഷ്ടപ്പെട്ട രീതിയിലുള്ള കളറുകൾ കൂടി നമുക്ക് ആഡ് ചെയ്തുകൊണ്ട് നമുക്കിഷ്ടപ്പെട്ട രീതിയിലുള്ള പ്രോഡക്റ്റുകൾ നിർമ്മിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. എപ്പോക്സി മോൾഡിൽ ഫില്ല് ചെയ്യുന്ന സമയത്ത്
പുറം ഭാഗത്തേക്ക് പോവാത്ത രീതിയിൽ വേണം എപ്പോക്സി ഫിൽ ചെയ്യാനായിട്ട്. ഫിൽ ചെയ്തതിന് ശേഷം ഏകദേശം 24 ഹവേഴ്സാണ് ഇതിൻ്റെ പ്രോസസ്സിംഗ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ശേഷം മാത്രമേ പിന്നീട് നമുക്ക് അതിൽ വർക്ക് ചെയ്യാൻ സാധിക്കൂ. മോൾഡിനകത്ത് ഏകദേശം എപ്പോക്സി ഫിൽ ചെയ്തതിന് ശേഷം 24 ഹവേഴ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള എപ്പോക്സിയുടെ ഓരോരോ മോഡലുകൾ നമുക്ക് എടുത്ത് പരിശോധിച്ച് നോക്കാം. എല്ലാത്തിൻ്റെയും റിസൾട്ട് എന്ന് പറയുന്നത് നല്ലൊരു റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ മോൾഡിനകത്ത് വന്നിട്ടുള്ള ഡയമണ്ട് കട്ടുകളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കിഷ്ടപ്പെട്ട രീതിയിലുള്ള ഏത് തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ വേണമെങ്കിലും നമുക്ക് എപ്പോക്സികൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കാവുന്നതാണ്. അതുമാത്രമല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള കളറുകൾ ഉപയോഗിച്ചുകൊണ്ടും മോഡലുകൾ ഉപയോഗിച്ചുകൊണ്ടും എല്ലാം തന്നെ നമുക്ക് എപ്പോക്സി കൊണ്ട് ഇതുപോലെയുള്ള ആർട്ട് വർക്കുകൾ ചെയ്യാവുന്നതാണ്. എപ്പോക്സി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വളരെ അട്രാക്റ്റീവായിട്ടുള്ള മോഡലുകൾ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ഒരു ആർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ടൂൾസിൻ്റെയും ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഓൺലൈൻ സൈറ്റുകളൊന്നും തന്നെ അവൈലബിൾ അല്ല. അതെല്ലാം അവൈലബിൾ ആകുന്നതിനനുസരിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷനിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എപ്പോക്സി ഉപയോഗിച്ചുകൊണ്ടുള്ള വളരെ ചെറിയ ചെറിയ മോഡലുകളാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. എങ്ങനെ വളരെ സിമ്പിളായിട്ട് എപ്പോക്സി ആർട്ട് വർക്ക് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ് ഞാനിന്ന് ഷെയർ ചെയ്തിരിക്കുന്നത്. തുടർന്നും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന നല്ല നല്ല ആർട്ട് വർക്കുകളും അതുപോലെ തന്നെ എപ്പോക്സി ആർട്ടുകളും കാണാനായിട്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.